ഇരനുരയും ചുരുൾമുടിയിൽ എന്ന് പറഞ്ഞാൽ ദിഗംബരന്റെ കണക്ക് നടക്കും. ഞാൻ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ വന്നിട്ടുള്ളത് ബിഗിനർ മേക്കപ്പ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫേസ് കേക്ക് ആവാറുണ്ടോ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ മാച്ച് ആവണില്ലേ? അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതൊന്നും പ്രൊഡക്ട്സിൻ്റെ മാത്രം പ്രശ്നമാണെന്നില്ല. ബിഗിനേഴ്സ് മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് കാര്യങ്ങൾ വരുത്താറുണ്ട്. ഈ മിസ്റ്റേക്സ് ഒക്കെ എന്താണെന്നും ഇത് ഈസിലി ആയിട്ട് എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. മിസ്റ്റേക്ക് നമ്പർ 1, സ്കിൻ പ്രെപ്പ് മിസ് ചെയ്യുക. ഈ ഡ്രൈ സ്കിന്നിൽ നമ്മൾ നേരിട്ട് കൊണ്ട് മേക്കപ്പ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് പെട്ടെന്ന് തന്നെ പാച്ച് ചെയ്യാനായിട്ട് കാരണമാവും. അതുമാത്രമല്ല പ്രൊഡക്ട്സ് സ്കിന്നിക്ക് ഈസിലി ആയിട്ട് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം ഫേസ് ക്ലെൻസ് ചെയ്യുക, പിന്നെ മോയ്സ്ചറൈസർ തേക്കുക, ടോണർ തേക്കുക. CTM മെത്തേഡിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുൻപ്. പ്ലസ് ഒരു പ്രൈമറും കൂടി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗുഡ് മേക്കപ്പ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഗുഡ് സ്കിൻ പ്രിപ്പറേഷൻ. അപ്പോൾ ഇതെല്ലാവരും മൈൻഡ് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് മിസ്റ്റേക്ക് നമ്പർ 2. മിസ്റ്റേക്ക് നമ്പർ 2 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോങ് ഫൗണ്ടേഷൻ ഷെയ്ഡാണ്. പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഫൗണ്ടേഷൻ വാങ്ങുമ്പോണ്ടല്ലോ കയ്യിൽ ഫൗണ്ടേഷൻ ഇട്ട് നോക്കിയിട്ടാണ് ഫൗണ്ടേഷൻ വാങ്ങുന്നത്. എൻ്റെ തന്നെ ഇപ്പോൾ ഫേസും കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഫൗണ്ടേഷൻ വാങ്ങിയിട്ട് ഞാൻ ഫേസിലിട്ട് എന്തായിരിക്കും, എൻ്റെ ഫേസും ഡള്ളായിട്ടായിരിക്കുള്ളൂ, കറുത്ത് അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോ ലൈൻ ഉണ്ടല്ലോ, കയ്യിലോ അല്ലെങ്കിൽ വേറെ ഒഴുത്തിലും വെച്ചിട്ടല്ല ഫൗണ്ടേഷൻ നമ്മൾ ഫേസിലാണ് ഇടുന്നത്. അപ്പോൾ എപ്പോഴും ഫേസിലിട്ട് തന്നെ വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോ ലൈനിൽ ഫൗണ്ടേഷൻ സ്പ്രെഡ് ചെയ്ത് നോക്കുക. അപ്പം ഡാർക്കറും അല്ല ലൈറ്ററും അല്ല, കറക്റ്റ് ഷെയ്ഡിനുള്ള ഫൗണ്ടേഷനാണ് മേടിക്കേണ്ടത്. നമ്മൾ കുറച്ചും കൂടി നാച്ചുറൽ ലൈറ്റിൽ, അതായത് ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ കയറുമ്പം അവരുടെ ലൈറ്റിൽ നമുക്കത് ചിലപ്പോൾ കറക്റ്റായിട്ട് തോന്നിയാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര ലൈറ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയാം, എനിക്കൊന്ന് പുറത്ത് കൊണ്ടുപോയിട്ടൊന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോയിട്ട് നാച്ചുറൽ ലൈറ്റിൽ ആ ഫൗണ്ടേഷൻ ജോ ലൈനിൽ ഇട്ടിട്ട് ഒന്ന് നമ്മൾ മിറർ വെച്ച് നോക്കുക. അപ്പോൾ പെർഫെക്റ്റ് മാച്ച് ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക. ലൈറ്റും വേണ്ട ഡാർക്കറും വേണ്ട. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂ മച്ച് ഫൗണ്ടേഷനാണ്. അതായത് ചിലർ ഫൗണ്ടേഷൻ ഇടുമ്പോണ്ടല്ലോ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് തോന്നും, എൻ്റെ പൊന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കേക്കായിട്ട് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇട്ട് നടക്കുന്നവരുണ്ട്. അയ്യോ, അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ബിഗിനേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഫൗണ്ടേഷൻ എപ്പോഴും ഭയങ്കര ലൈറ്റ് കവറേജ് കൊടുത്തിട്ട് വേണം ഇടാനായിട്ട്. നമ്മൾ എന്താ പറയുക, ഒരു ബ്രൈഡിൻ്റെ കേസൊന്നല്ല കേട്ടോ പറയണത്. ബ്രൈഡൊക്കെ ആകുമ്പം എപ്പോഴും ഫുൾ കവറേജ് മേക്കപ്പ് ആയിരിക്കും ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഗസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഓഫീസ് ലുക്ക്, ഡെയിലി ലുക്ക് എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പം എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ലൈറ്റ് കവറേജ് കൊടുത്തിട്ട് വേണം ഇടാനായിട്ട്. ഭയങ്കര എല്ലായിടത്തും ഇട്ട് വെച്ച് ഇങ്ങനെ ഭൂതം പോലെ ഇരിക്കാണ്ട് ലൈറ്റായിട്ട് ഡോട്ട് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നല്ലൊരു നാച്ചുറൽ ലുക്കും എന്താ പറയുക, തീരെ കേക്കി ആവത്തില്ല കേട്ടോ ഫൗണ്ടേഷൻ. കുറേ നേരം കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും, നമുക്ക് കേക്കി ലുക്ക് തോന്നില്ല, പെട്ടെന്ന് പാച്ച് വരില്ല. അപ്പം ഇതൊക്കെയാണ് ഫൗണ്ടേഷൻ ലൈറ്റായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഈ കുറേ ഫൗണ്ടേഷൻ ഇട്ടിറങ്ങിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് ജീവിക്കുന്ന കുറേ പേരുണ്ട്. ഭയങ്കര തെറ്റാണ് കേട്ടോ അത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. നമ്മൾ കുറേ അധികം ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഭയങ്കര പുട്ടിയിടാൻ മാതിരി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര കേക്കി ലുക്ക് തോന്നും ചെയ്യും. നമ്മളെ കാണാൻ ഭയങ്കര ഹൊറിബിളായിരിക്കും കേട്ടോ. ചിലർ, ഞാൻ ഇന്നാൾ റീസെൻ്റ്ലി ഒരു മാരേജിന് പോയപ്പം എന്താ പറയുക, അവിടെ ഒരു ചേച്ചി, ആ ചേച്ചീനെ കാണുമ്പോൾ തന്നെ ഓൾറെഡി നല്ല ഫെയർ ആയിട്ടുള്ളൊരു ചേച്ചിയാണ്. പക്ഷേ അവർ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത് അതിനും ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ. അപ്പോൾ ഉണ്ടല്ലോ ഈ മുഖം മാത്രം ഈ വൈറ്റ് വാഷ് ചെയ്ത പോലെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നിപ്പോയിട്ട്, ചേച്ചിയുടെ ഫൗണ്ടേഷൻ്റെ കളർ ശരിയല്ല, കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഭയങ്കര സ്കിന്നിന് കറക്റ്റ് കളറായിട്ടുള്ളത് വാങ്ങാൻ, കറക്റ്റ് സ്കിൻ ഷെയ്ഡായിട്ടുള്ളത് മേടിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കണമെന്ന് ഇങ്ങനെ തോന്നി. പിന്നെ എനിക്ക് വല്ല അടിയും കിട്ടണമെന്ന് വെച്ചിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. ഞാനത് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. ഓക്കെ, അപ്പം ഫൗണ്ടേഷൻ ഒരിക്കലും എന്താ പറയുക ഓവറായിട്ട് ഇടരുത്. ലൈറ്റായിട്ട് കുറച്ച് മാത്രം ഇടുക കേട്ടോ. ലൈറ്റ് കവറേജ് കൊടുത്താൽ മതി, അടിപൊളിയായിരിക്കും.
അപ്പോൾ നമ്മുടെ നാലാമത്തെ മിസ്റ്റേക്ക് വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസീലർ ഓവർലോഡാണ്. എന്താണ് കൺസീലർ? കൺസീലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭയങ്കര ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മീൻസ് എന്താ പറയുക, കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ലിപ്പിൻ്റെ ഇവിടെ എനിക്കൊക്കെ ഈ രണ്ട് സൈഡിലൊക്കെ കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡാണ്. അപ്പോൾ അതൊക്കെ മറയ്ക്കാനായിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുക. കൺസീലർ ഈ കണ്ണിൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറേ വാരിയിട്ട് ഇങ്ങനെ കട്ടക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രീസിങ് ഉണ്ടാക്കും. നമ്മളിപ്പം കണ്ണ് ചിരിക്കണവരൊക്കെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ വിട്ട് 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 വര വീണ് തീരെ ഫിനിഷിങ് ഉണ്ടായിരിക്കില്ല, മേക്കപ്പിന് ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ. അപ്പോൾ കൺസീലർ നമ്മളെപ്പോഴും ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാത്രം എടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അതാണ് വേണ്ടത്. നന്നായിട്ട് ഈ ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും കൺസീൽ ചെയ്തതിന് ശേഷം കൺസീലർ ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ കൺസീലർ കുറേ ആയിട്ട് എടുക്കാനും പാടില്ല, കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണം, നന്നായി ബ്ലെൻഡ് ചെയ്ത് ഇടും വേണം കേട്ടോ. നെക്സ്റ്റ് മിസ്റ്റേക്ക് നമ്പർ 5, പ്രോപ്പർ ബ്ലെൻഡിങ് ഇല്ല. ഈ മേക്കപ്പിൽ എന്ത് തന്നെ ചെയ്തിട്ടായാലും ബ്ലെൻഡിങ് ശരിയായില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. ഫസ്റ്റ് വണ് നമ്മുടെ ഫൗണ്ടേഷൻ തന്നെ, പിന്നെ നമ്മുടെ ഐ ഷേഡോ, പിന്നെ ബ്ലഷ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും കാണാൻ. ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്കായിരിക്കും, മേക്കപ്പിന് ഒരു ഫിനിഷിങ്ങും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. എത്രയും കൂടുതൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ എത്രയും സമയം എടുത്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്യണോ, അത്രയും നമ്മുടെ മേക്കപ്പ് ഇമ്പ്രൂവ് ആവും കേട്ടോ. അതായത് നമ്മുടെ ലുക്കിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കും. അടുത്തത് മിസ്റ്റേക്ക് നമ്പർ 6 വന്നിട്ട് ഓവർഡൺ ഐബ്രോസ് ആണ്. ഈ ബിഗിനേഴ്സ് ആയ ആളുകൾക്ക് ഐബ്രോ എഴുതാൻ വലിയ പിടുത്തണ്ടായിരിക്കില്ല. അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ കറപ്പിച്ചെടുത്തിട്ട് ഈ തിരനുരയും ചുരുൾമുടിയിൽ എന്ന് പറഞ്ഞാൽ ദിഗംബരൻ്റെ കണക്ക് നടക്കും. ഭയങ്കര ബോറാണത്. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഐബ്രോ ഭയങ്കര ലൈറ്റായിട്ടുള്ള നമ്മുടെ ഹെയർ പോലെ ഉണ്ടല്ലോ, അതുപോലെ വേണം നമ്മൾ വരച്ചു വിടാനായിട്ട്. അല്ലാണ്ട് ഈ മറ്റേ ഭരതനാട്യത്തിൻ്റെ ഡാൻസ് കളിക്കണോണം ചിലവർ എഴുതി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര വൃത്തികേടാണെന്നേ, നമ്മുടെ ഫേസിൻ്റെ ഒരു ലുക്ക് തന്നെ മാറ്റി മറയ്ക്കും നമ്മുടെ ഐബ്രോ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐബ്രോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്രോൻ്റെ, അതായത് പുരികത്തിൻ്റെ സെൻറ്റർ ഭാഗമാണ്, അല്ലെങ്കിൽ മിഡ് പാർട്ടീഷനാണ്. അവിടെയാണ് കൂടുതൽ നമ്മൾ ഡാർക്കർ ഷെയ്ഡ് കൊടുത്തിട്ട് ആർക്ക് ഡിഫൈൻ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നിന്ന് ലൈറ്റർ, ഡാർക്കർ, ഭയങ്കര ഡാർക്കർ, അങ്ങനെയാണ് കറക്റ്റ് ഷെയ്ഡിൻ്റെ രീതി വരുന്നത്. അതായത് നമ്മൾ ഐബ്രോ വരയ്ക്കുമ്പോൾ ആദ്യം ആ പെൻസിലോ അല്ലെങ്കിൽ നിങ്ങൾ ജെല്ലോ എന്താണോ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നല്ല തുടങ്ങേണ്ടത്. ബേബീസിന് വരച്ചു കൊടുക്കണ മാതിരി അവിടെ നിന്നല്ല തുടങ്ങേണ്ടത്. നമ്മളെപ്പോഴും മിഡിൽ നിന്ന് തുടങ്ങുക, ആർക്ക് ഡിഫൈൻ ചെയ്യുക, ആർക്ക് ഡിഫൈൻ ചെയ്തതിന് ശേഷം അത് എൻഡിലേക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രഷോ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൈത്തണ്ടയിലിട്ട് എപ്പോഴും തുടച്ച് കളഞ്ഞിട്ട്, അതിലൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഇവിടെ സ്കിന്നിൽ തൊടുമ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ. ആ ഹെയറിൻ്റെ തുമ്പിൽ തൊടുമ്പോൾ അതിൽ നിന്ന് വരും ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ, ഏതാ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുൾ അത് വൈപ്പ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളത് വന്നിട്ടാണ് പുരികത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടുള്ള പിരികം നമുക്ക് എഴുതാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സ്പൂളിൽ വെച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഡിഫൈൻ ചെയ്ത് നിൽക്കും കേട്ടോ. മിസ്റ്റേക്ക് നമ്പർ 7 വന്നിട്ട് ടൂ മച്ച് പൗഡർ. മേക്കപ്പ് ചെയ്യുമ്പം പൗഡർ ഓവർലോഡഡ് ആയിട്ടുണ്ടെങ്കിൽ ഫേസ് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് തോന്നിക്കും. എസ്പെഷ്യലി ഡ്രൈ സ്കിന്നുള്ളവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഫേസിൽ പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ടീസോൺ, ഇതാണ് നമ്മുടെ ടീസോൺ എന്ന് പറയുന്നത്. ടീസോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് ടീസോൺ. അത് മാത്രമല്ല കൂടുതൽ സ്വെറ്റ് അല്ലെങ്കിൽ ഓയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ നെറ്റി, നമ്മുടെ മൂക്ക്, നമ്മുടെ ചുണ്ട്, നമ്മുടെ താടി, ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഭാഗങ്ങളിലാണ്. അപ്പോൾ എപ്പോഴും പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടീസോൺ ഏരിയാസിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം നമുക്കൊരു നാച്ചുറൽ ഫിനിഷും തോന്നും, ഈ ഓവർലോഡഡ് പൗഡർ ഫേസ് ആവത്തില്ല. നെക്സ്റ്റ് മിസ്റ്റേക്ക് നമ്പർ 8 വന്നിട്ട് റോങ് ബ്ലഷ് പ്ലേസ്മെൻ്റ് ആണ്. റോങ് ബ്ലഷ് പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ബ്ലഷ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കി, ഞാൻ ഇന്ന് കുറേ ബ്ലഷ് ഇട്ടാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഞാൻ വെറുതെ ഒരു ഇഷ്ടം കൊണ്ട് ഇട്ടാണ് കേട്ടോ, പക്ഷെ അതെന്തായാലും ഉപകാരമായി. നമ്മൾ ബ്ലഷ് എപ്പോഴും ഇടുമ്പം ഞാൻ ഇവിടെ ഇട്ടത് നിങ്ങൾക്ക് കണ്ടാൽ
കണ്ട മനസ്സിലാവുന്ന വിചാരിക്കണു. ഞാൻ ഇങ്ങോട്ടാണ്, അതായത് നമ്മുടെ ചീക്ക് ബോണിൽ നിന്ന് മുകൾ ഭാഗത്തേക്കാണ് ഇട്ടിരിക്കുന്നത്, അല്ലാണ്ട് അടിയിക്കല്ലല്ലോ. നമ്മൾ ബ്ലഷ് ഇങ്ങോട്ട് അടിയിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രോപ്പി ആയിട്ട് തോന്നും ഫേസ്. അത് മുകളിലേക്ക് ഇടുന്നിരിച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഒന്നും കൂടി ലിഫ്റ്റ് ചെയ്ത മാതിരി തോന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ബ്ലഷ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ചീക്ക് ബോണിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ മോളിക്ക് ഇടുക കേട്ടോ. അപ്പോൾ ഫേസ് കുറച്ചും കൂടി ലിഫ്റ്റ് ആയിട്ട് തോന്നും, അടിപൊളിയായിരിക്കും. മിസ്റ്റേക്ക് നമ്പർ 9 വന്നിട്ട് സെറ്റിംഗ് സ്പ്രേ ഇല്ല. എന്താണ് സെറ്റിംഗ് സ്പ്രേ ഇല്ലാത്ത ആർക്കും? അല്ലെങ്കിൽ ബിഗിനേഴ്സ് എന്തുകൊണ്ട് സെറ്റിംഗ് സ്പ്രേ മേടിക്കുന്നില്ല? സെറ്റിംഗ് സ്പ്രേ മസ്റ്റാണ് നമ്മൾ മേക്കപ്പ് ചെയ്തത് ഫിക്സ് ചെയ്യാനായിട്ട്. അത് കുറേ നേരം നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കണോ, അത് ഫെയ്ഡ് ആവാണ്ടിരിക്കണോ, അങ്ങനെയാണെങ്കിൽ മസ്റ്റായിട്ടും ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് സെറ്റിംഗ് സ്പ്രേ അവൈലബിൾ ആണ്, വലിയ റേറ്റ് ഒന്നുമില്ല സെറ്റിംഗ് സ്പ്രേക്ക്. അപ്പം മേക്കപ്പ് ചെയ്യണവർ, ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മിസ്റ്റേക്ക് നമ്പർ 10, ലാസ്റ്റ് മിസ്റ്റേക്കാണ്, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് കേട്ടോ ഇത്. നിങ്ങൾ എല്ലാവരും കോപ്പി ചെയ്യുക. അതായത് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ, അതായത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരുപാട് മേക്കപ്പിൻ്റെ ടെക്നിക്സും അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യണ രീതികളൊക്കെ അവൈലബിൾ ആണ് അല്ലേ. നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ഫോളോ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ ഓരോരുത്തരുടെയും ഫേസിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഐൻ്റെ ഷേപ്പ് പിന്നെ സ്കിൻ ടൈപ്പ് എല്ലാം വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ട്രെൻഡ് ഫോളോ ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ട്രെൻഡ് ഫോളോ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഫേസിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള മേക്കപ്പ് എന്താ ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 10 മിസ്റ്റേക്ക് വന്നിട്ട്. ഈ 10 മിസ്റ്റേക്കിൽ നിങ്ങൾ ഏതെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഏത് മിസ്റ്റേക്കാണ് നിങ്ങൾ ചെയ്യാറെന്നുള്ളത്. അപ്പോൾ ഇത്തരം ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ വീഡിയോസ് അല്ലെങ്കിൽ മേക്കപ്പ് ട്യൂട്ടോറിയൽസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടിപ്പായിട്ട് വരാം. ബൈ.